ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ AFC ചാമ്പ്യൻസ് ലീഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024-2025 AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം സൗദിയിൽ നിന്നുള്ള അൽ അഹ്ലി ക്ലബ്ബ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അൽ ഹിലാലല്ല, നസറല്ല, ഇത്തിഹാദല്ല, പകരം അൽ അഹ്ലിയാണ് കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളത്. കവസാക്കി ഫ്രോണ്ടേൽ എന്ന് പറയുന്ന ജാപ്പനീസ് ക്ലബിനെയാണ് ഫൈനലിൽ 2-0 എന്നുള്ള സ്കോർ ലൈനിന് അൽ അഹ്ലി പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ജദ്ദയിൽ വെച്ചിട്ടായിരുന്നു, സൗദിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള ആരാധകർ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭീകരമായിട്ടുള്ള സപ്പോർട്ട് അൽ അഹ്ലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ വളരെ കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു വിക്ടറിയാണ് അൽ അഹ്ലിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വളരെ വലുതാണെന്നുള്ളത്, വളരെ വലുതാണ്. അതിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരൊറ്റ കാര്യം പറയാം. അതായത് അൽ അഹ്ലിയുടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള റിയാദ് മാഹ്റസ്, ഫോമർ സിറ്റി പ്ലെയറാണ്, നമുക്കറിയുന്നതാണ്. അപ്പോൾ ഈ റിയാദ് മാഹ്റസിൻ്റെ ആനുവൽ സാലറി നോക്കിക്കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ആനുവൽ സാലറിയുടെ 1/3 മാത്രമാണ് മൊത്തം കവസാക്കി ഫ്രോണ്ടേൽ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് ക്ലബിൻ്റെ ആനുവൽ വേജ് ബില്ല്, മൊത്തം പ്ലെയേഴ്സിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കവസാക്കി ഫ്രോണ്ടേൽ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് ക്ലബ്ബ് അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഫൈനലിലേക്കാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു യാത്ര, ആ ജേണി ബ്യൂട്ടിഫുൾ ജേണി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവർക്ക് തലയുയർത്തിക്കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാം. ശരിയാണ്, ഇവിടെ നല്ല രീതിയിൽ തന്നെ അൽ അഹ്ലി അവരെ പരാജയപ്പെടുത്തി. ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും കവസാക്കി ഫ്രോണ്ടേലിന് ഫൈനലിൽ ഉതിർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഈ യാത്ര സുന്ദരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അവർ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു ക്യാഷ് റിച്ച് ആയിട്ടുള്ള PFA ഫണ്ട് ചെയ്യുന്ന അൽ നസറിനെയാണ്. അതായത് നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിനെ. അവർ 3-2 എന്നുള്ള സ്കോർ ലൈനാണ് അൽ നസറിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ചെറിയ സംഭവമൊന്നുമല്ല. അതും സൗദിയിൽ വെച്ച് തന്നെയാണ് ആ മത്സരവും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കവസാക്കി ഫ്രോണ്ടേലിന് സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന അൽ നസറിനെ പരാജയപ്പെടുത്താനും പിന്നീട് ഫൈനലിലേക്ക് എത്താനും സാധിച്ചു. പക്ഷേ ഫൈനലിൽ മറ്റൊരു ക്യാഷ് റിച്ച് ആയിട്ടുള്ള സൗദി ക്ലബ്ബുമായിട്ട് അവർ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ അവരുടെ ആനുവൽ വേജ് ബില്ലിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മേടിക്കുന്ന ആനുവൽ പൈസയുടെ ഒരു 5/1 ഈ മൊത്തം കവസാക്കി ഫ്രോണ്ടേലിൻ്റെ ആനുവൽ വേജ് ബിൽ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഫൈറ്റ് ചെയ്ത് നോക്കി, അവർ പൊരുതി നോക്കി. പക്ഷേ ഫൈനലിൽ വീണു, അല്ലെങ്കിൽ അൽ അഹ്ലി അവരെ വീഴ്ത്തി. അപ്പോൾ ഇതിൽ തന്നെ മാറ്റിയാസ് ജെയ്സൽ എന്ന് പറയുന്ന 37-കാരനായിട്ടുള്ള ജർമ്മൻ മാനേജറാണ് അൽ അഹ്ലിയുടെ മാനേജർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കിരീടം അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല മാറ്റിയാസ് ജെയ്സലിനെ സംബന്ധിച്ചിടത്തോളം. ഒബ്വിയസ്ലി ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങൾ, ഇഷ്ടംപോലെ ഫണ്ടിങ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ അൽ അഹ്ലിയുടെ അൾട്രാ ഫാൻസിന് ബോർഡിൻ്റെ ചില തീരുമാനങ്ങളോടൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ മാറ്റിയാസ് ജെയ്സലിനെ ഇടയ്ക്ക് വെച്ചിട്ട് സാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ അൽ അഹ്ലിയുടെ അൾട്രാസ് എന്നുള്ള കാര്യമാണ്. അങ്ങനെ മാറ്റിയാസ് ജെയ്സലിനെ സാക്ക് ചെയ്യാതിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ കിരീടം അവർക്ക് കൊണ്ടെത്തിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജെയ്സലിനെ സംബന്ധിച്ചിടത്തോളം ആൾ സോൾസ്ബർഗിൻ്റെയൊക്കെ മാനേജറായിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ലീഗ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഓസ്ട്രിയയിലൊക്കെ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലബിന്. അങ്ങനെ ഒരു യങ് പ്രോമിസിംഗ് ആയിട്ടുള്ള മാനേജറാണ്. ഇപ്പോൾ ഇവിടെ അൽ അഹ്ലിയിൽ മികച്ച രീതിയിലുള്ള ഒരു പരിപാടി ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അൽ അഹ്ലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാർ പ്ലെയേഴ്സ് ഉണ്ട്. യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ഇംപ്രസീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ്. ഇതിൽ തന്നെ മറ്റൊരു സുന്ദരമായിട്ടുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോബി ഫെർമീനോ എന്ന് പറയുന്ന ബ്രസീലിലെ 33-കാരനായിട്ടുള്ള ഫോമർ ലിവർപൂളിൻ്റെ പ്ലെയറാണ് അൽ അഹ്ലിയുടെ കപ്പിത്താൻ. അപ്പോൾ ആളിനെ ഈ ക്ലബ്ബ് ജാനുവരിയിൽ അവരുടെ സൗദി പ്രോ ലീഗിൻ്റെ സ്ക്വാഡിൽ നിന്നും പുറത്താക്കിയിട്ടായിരുന്നു. അതായത് പുതിയൊരു ഷൈനി ടോയ് വന്നപ്പോൾ പഴയ ടോയിനെ പിടിച്ച് പുറത്താക്കുന്നൊരു പരിപാടി. അതാണ് അവിടെ അൽ അഹ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവിടെ നിയമമുണ്ട്, 10 ഫോറിൻ പ്ലേയേഴ്സിന് മാത്രമേ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ സൗദി പ്രോ ലീഗിൽ. അപ്പോൾ ആളിനെ സൗദി പ്രോ ലീഗിൽ നിന്ന് പുറത്താക്കാൻ ഉണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗലേന എന്ന് പറഞ്ഞ 50 മില്യൺ യൂറോ പ്ലെയറിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജാനുവരിയിൽ പോർട്ടോയിൽ നിന്ന്. അപ്പോൾ ആ യങ് പിന്നെ വിങ്ങർ വന്നതോടുകൂടിയിട്ട് ഫെർമിനോ പുറത്തായി. ഫെർമിനോ കാര്യങ്ങളൊക്കെ പ്രൊഫഷണലായിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഫൈനലിന് ശേഷം അദ്ദേഹം വളരെ ഇമോഷണലായിട്ടുള്ള ഒരു പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സൗദി പ്രോ ലീഗിൽ സ്ക്വാഡിൽ നിന്ന് പുറത്താക്കി, പക്ഷേ താൻ ഗിവ് അപ്പ് ചെയ്തില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു AFC ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ടീമിനെ നയിച്ചിരിക്കുക എന്ന് മാത്രമല്ല, അത് ലിറ്ററലി ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്ന പരിപാടിയാണ് ബോബി ഫെർമിനോ ചെയ്തിട്ടുള്ളത്. കാരണം 10 മത്സരങ്ങളിൽ 13 ഗോൾസ് ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചങ്ങായി. മാത്രമല്ല AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ക്യാമ്പയിനിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആണ്.
അപ്പോൾ അതാണ് പറഞ്ഞത്, ലിറ്ററലി ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്. ഫൈനലിൽ 2 ഗോളുകൾ അൽ അഹ്ലി അടിച്ചതിൽ 2ലും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ബോബി ഫെർമിനോയാണ്. സെമി ഫൈനലിൽ ചങ്ങായി ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. സെമി ഫൈനലിൽ അൽ അഹ്ലി പരാജയപ്പെടുത്തിയത് അൽ ഹിലാലിനെയാണ്. ഹെവി വെയ്റ്റ്സുകളാണ് അൽ ഹിലാൽ, നമുക്കറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസ് ബോബി ഫെർമിനോക്ക് ഈ AFC ചാമ്പ്യൻസ് ലീഗിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. ആൾ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം. പിന്നെന്താണ്, മത്സരത്തിലെ ആദ്യത്തെ ഗോൾ, ഫൈനലിലെ ആദ്യത്തെ ഗോൾ ആരാണ് അടിക്കുന്നത്? ഗലേനോയാണ്. അതായത് ജാനുവരിയിൽ പോർട്ടോയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗലേനോക്ക് ഫൈനലിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബോബി ഫെർമിനോയാണ്. ബോബി ഫെർമിനോയെ സ്ക്വാഡിൽ നിന്ന് പുറത്താക്കിയിട്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ അൽ അഹ്ലിക്ക് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഗോളിലും ബോബി ഫെർമിനോയുടെ ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു. അതിൽ ഹെഡ് ചെയ്ത് ഗോളാക്കിയിട്ടുണ്ടായിരുന്നത് കെസിയാണ്, ഫ്രാങ്ക് കെസി, ഫോമർ AC മിലാൻ, ബാഴ്സലോണയുടെ ഒക്കെ പ്ലെയർ ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. ഇനി ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ AFC ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ വിന്നിംഗ് ടീമിൽ റിയാദ് മാഹ്റസ് ഉണ്ടായിരുന്നു, ബോബി ഫെർമിനോ ഉണ്ടായിരുന്നു, മെൻഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ ആളുകളാണ്. UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ ആളുകളാണ്. മെൻഡി ചെൽസിയുടെ കുപ്പായത്തിൽ, റിയാദ് മാഹ്റസ് മാൻ സിറ്റിയുടെ കുപ്പായത്തിൽ, ബോബി ഫെർമിനോ ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ. അപ്പോൾ ആ രീതിയിൽ മറ്റൊരു ചരിത്ര നേട്ടം കൂടി ഈ 3 പേരും കൈവരിച്ചിരിക്കുകയാണ്. അതായത് UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടവും AFC ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കുന്ന ആദ്യത്തെ താരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇവർ. അത് ചെറിയൊരു സംഭവം ഒന്നല്ല. ഇതോടൊപ്പം തന്നെ മെൻഡിയെ സംബന്ധിച്ചോളം മറ്റൊരു സുന്ദരമായിട്ടുള്ള നേട്ടം കൂടി അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ആൾ ഓൾറെഡി ആഫ്കോൺ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളാണ് സെനഗലിൻ്റെ കുപ്പായത്തിൽ. അപ്പോൾ അങ്ങനെ ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ബിഗ് ടൂർണമെൻറ്റുകൾ സ്വന്തമാക്കുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് മെൻഡി എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ മെൻഡി തന്നെയാണ് ഈ ഫൈനലിലും അൽ അഹ്ലിയുടെ വല കാക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. പിന്നെ ഐവൻ ടോണിയാണ് അവിടെ ലൈന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോബി ഫെർമിനോ ഉണ്ടായിരുന്നു, ഗലേനോ ഉണ്ടായിരുന്നു, റിയാദ് മാഹ്റസ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അലിയോസ്കി ഫോമർ ലീഡ്സിൻ്റെയൊക്കെ പ്ലെയർ ഉണ്ടായിരുന്നു ആ ഒരു ഫുൾ ബാക്ക് റോളിൽ. റോജർ ഇവാനസ് ഫോമർ റോമയുടെ ഒക്കെ പ്ലെയറാണ്, ബ്രസീലിയൻ സെൻറ്റർ ബാക്കാണ്. പുള്ളിക്കാരനൊപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെമിറാൽ, യുവൻറ്റസിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ചങ്ങായാണ്, തുർക്കിക്കാരനായിട്ടുള്ള ഡെമിറാൽ. ഇവർ 2 പേരാണ് ഡിഫൻസീവ് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സൗദിക്കാരനായിട്ടുള്ള അലി മജ്റാഷിയും റൈറ്റ് ബാക്കായിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രാങ്ക് കെസിയും അൽ ജൊഹാനിയും, സൗദിക്കാരൻ തന്നെയാണ് കെസിയുടെ കൂടെ ആ ഡബിൾ പിവോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അൽ അഹ്ലിയുടെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ. ഇതിൽ തന്നെ നമ്മൾ അവരുടെ ബെഞ്ചിലുണ്ടായിരുന്ന പ്ലെയേഴ്സ്, ഇപ്പോൾ ഗബ്രി വേഗ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും അങ്ങനെ ചരിത്ര നേട്ടം അൽ അഹ്ലി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി അൽ അഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അവരിടയ്ക്ക് വെച്ചിട്ട് റെലിഗേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു സൗദി പ്രോ ലീഗിൽ നിന്ന്. അവിടുന്ന് പിന്നീട് അവർ തിരിച്ച് സൗദി പ്രോ ലീഗിലേക്ക് വരുന്നു. ഒബ്വിയസ്ലി PFAയുടെ മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ചും ഇപ്പോഴും ആ ഒരു ഡൊമസ്റ്റിക് ടൈറ്റിലിൻ്റെ അടുത്തേക്കൊന്നും എത്താൻ സാധിച്ചില്ല. അവർ 3 തവണ സൗദി പ്രോ ലീഗിൻ്റെ കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. മാത്രമല്ല 2016 ഹിസ്റ്റോറിക് ഡൊമസ്റ്റിക് ട്രെബിളൊക്കെ അടിച്ചിട്ടുള്ളൊരു ക്ലബ്ബാണ് ഈ അൽ അഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിൽ ചരിത്ര നേട്ടമൊക്കെ അവർ കൈവരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ അവർക്ക് ഇവിടെ അവർ വിചാരിച്ച പോലെ സൗദി പ്രോ ലീഗിൽ ഒരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതാണ് അവരുടെ ആരാധകർക്കും വേണ്ട ഒരു സംഭവം. അവരിപ്പോഴും ഈ സീസണിലും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും 5th ആണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അവർ അത്ര നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്, ആ ഒരു സൗദി പ്രോ ലീഗ് കിരീടം എങ്ങനെയും സ്വന്തമാക്കുക, ഡൊമസ്റ്റിക് കപ്പുകൾ സ്വന്തമാക്കുക എന്നുള്ള പരിപാടികളാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 1987 സാക്ഷാൽ ഡിയഗോ മറഡോണ അൽ അഹ്ലിയുടെ കുപ്പായം ധരിച്ചുകൊണ്ട് ഒരു സെലിബ്രേഷൻ മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണെന്നുള്ള കാര്യം ഓർക്കണം. ചരിത്രത്തിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം. അപ്പോൾ അതിന് മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തിയിട്ടുണ്ടെങ്കിലും 2022 അവർ റെലഗേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു സൗദി പ്രോ ലീഗിൽ നിന്നും. അവർ തിരിച്ചു വരുന്നു. ഈ ജയ്സിൽ എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ ഈ നേട്ടം അവർ കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സൗദിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ ഡിഫറെൻറ്റ് ക്ലബ്ബാണ് ഇത്തരത്തിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നത്. ഇപ്പോൾ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അൽ ഹിലാൽ എന്ന് പറയുന്ന ജയൻറ്റ് ഫുട്ബോൾ ക്ലബ്ബ്. അവർ 4 തവണ ഈ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതൊരു റെക്കോർഡ് നമ്പറാണ്. അതേപോലെ തന്നെ ഇത്തിഹാദ്, ഇപ്പോൾ ബെൻസീമ കളിക്കുന്ന ഇത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം, കാണ്ടയും ബെൻസീമ കളിക്കുന്ന ഇത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ബാക്ക് ടു ബാക്ക് AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയതിൻ്റെ ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ്. 2004, 2005 ഇപ്പോൾ ബോബി ഫെർമിനോയുടെ ലീഡർഷിപ്പിൻ്റെ കീഴിൽ അവർ AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 2015-16 സീസണിൽ അവർ ഹിസ്റ്റോറിക് ട്രബിൾ കരസ്ഥമാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് അവർ പ്രോ ലീഗ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കിങ് കപ്പ്, പിന്നെ സൗദി സൂപ്പർ കപ്പ്. അന്ന് അവരുടെ മാനേജർ ഉണ്ടായിരുന്നത് സ്വിറ്റ്സർലാൻഡുകാരനായിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രോസ് ആയിരുന്നു
എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി സൗദി പ്രോ ലീഗ് കിരീടം വീണ്ടും സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു AFC ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തോടുക എന്നുള്ളത്. അത് അവർ എന്തായാലും നേതൃത്വത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഹാപ്പി ആയിരിക്കും, PFA ഹാപ്പി ആയിരിക്കും ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇനി ബോബി ഫെർമിനൊക്കെ അവിടെ തുടരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് തീരാൻ പോവല്ലേ ഈ ഒരു സീസൺ കഴിയുമ്പോൾ. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഈ സീസണിലെ മത്സരങ്ങൾ കഴിഞ്ഞു. സൗദി പ്രോ ലീഗിൽ എന്തായാലും പുള്ളിക്കാരനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ചില AFC ചാമ്പ്യൻസ് ലീഗ് വിശേഷങ്ങൾ. കവസാക്കി ഫ്രണ്ടിയറിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, അവരിതിനു മുമ്പ് ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് പോലും കടന്ന ചരിത്രം പറയാനില്ലാത്തൊരു ക്ലബ്ബായിരുന്നു. അവർ ഫൈനലിലേക്ക് എത്തുന്നു. ഹസീബി എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ. അവരുടെ ആ ഒരു യാത്ര സുന്ദരമായിരുന്നു. അപ്പോൾ അവർ ജാപ്പനീസ് ലീഗ് കിരീടമൊക്കെ 4 തവണയൊക്കെ സ്വന്തമാക്കിയതിൻ്റെ ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ്. അവിടെ 2-3 ഫോറിൻ പ്ലെയേഴ്സാണ് ആകെയുള്ളത്, ബ്രസീലിയൻ പ്ലെയേഴ്സാണ്. ബാക്കിയെല്ലാം ജാപ്പനീസ് പ്ലെയേഴ്സാണെന്നുള്ള കാര്യം ഓർക്കണം. നല്ല രീതിയിലുള്ള അക്കാഡമി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്ന തരത്തിലുള്ള ക്ലബ്ബാണ്. അവരുടെ സക്സസ്, ജെ ലീഗിലേക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് സംഭവിച്ചുള്ള സംഭവമാണ്. 2016 ശേഷമാണ് അവർ 4 ലീഗ് ടൈറ്റിലുകളൊക്കെ ജാപ്പനീസ് ലീഗിൽ സ്വന്തമാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും അവർ ഫൈനലിലേക്ക് എത്തി തിരിച്ച് തലയുയർത്തിക്കൊണ്ട് തന്നെയാണ് ജപ്പാനിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയായിരിക്കും. പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല ഒരു സീസണല്ല. ജാപ്പനീസ് ലീഗിൽ അവർ 11ാം സ്ഥാനത്താണ് അവർ ടേബിളിലിരിക്കുന്നത് 12 മത്സരങ്ങൾ കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അവിടെ ഫോം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവർ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവുക. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ ക്ലോസ്ലി ആ ലീഗിനൊന്നും വാച്ച് ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അതാണ് ബോബി ഫെർമിനെ സംബന്ധിച്ചിടത്തോളം, റിയാദ് മാഹ്റസിനെ സംബന്ധിച്ചിടത്തോളം, മെൻഡിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതൊരു ഇംപ്രസീവായിട്ട് സംഭവമാണ്. ഐവൻ ടോണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് മേജർ ടൈറ്റിൽ ചങ്ങായി സ്വന്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഹാപ്പി ആയിരിക്കും അല്ലേ. ബ്രെൻഫോർഡിൽ നിന്നാണ് അൽ അഹ്ലി ചങ്ങായിനെ സൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.